നെഞ്ചിലണിഞ്ഞിരിക്കുന്ന ബാഡ്ജിനായി കളിക്കൂ. കഴിഞ്ഞ വർഷം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഗാലറിക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വരവേറ്റത് ഈ മുദ്രാവാക്യമാണ്. ലീഗിലെ 10ാം സ്ഥാനക്കാരായ പഞ്ചാബ് FC-യോട് ഹോം ഗ്രൗണ്ടിൽ ടീം നാണം കെട്ട തോൽവി വഴങ്ങിയതിൽ നിരാശരായ ആരാധകർ കാതങ്ങൾ താണ്ടി ഞങ്ങൾ ഈ ഗാലറിയിലെത്തുന്നത് ഈ കളി കാണാനല്ലെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു. ഗാലറിയിൽ സ്വന്തം ടീമിനായി മൈക്രോഫോണിൽ ഉച്ചത്തിൽ അലറി വിളിച്ച അതേ ആരാധകർ കളിക്ക് ശേഷം താരങ്ങളോട് പ്ലേ ഫോർ ദ ബാഡ്ജ് എന്ന് അമർഷത്തോടെ അലറി വിളിച്ചു. കലൂർ ഗാലറിയിൽ നിന്ന് ഇങ്ങനെ ഒരു കാഴ്ച അതിനു മുമ്പൊന്നും ആരാധകർ കണ്ടിട്ടില്ല. കളി തീരും മുമ്പേ നിരാശയോടെ കാണികൾ ഗാലറി വിടുന്ന കാഴ്ചയ്ക്കും അന്ന് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. ടീമിന്റെ മോശം പ്രകടനങ്ങളുടെ പേരിൽ കളിക്കാരോട് നിരാശയും അമർഷവും പ്രകടിപ്പിക്കുന്ന ആരാധകരെ മുമ്പും ഫുട്ബോൾ ലോകം കണ്ടിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഫ്രഞ്ച് ലീഗിൽ PSG-യോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഒളിമ്പിക് ലിയോൺ താരങ്ങളെ ഗ്രൗണ്ടിൽ നിർത്തി ആരാധകർ ശകാരിക്കുന്ന കാഴ്ച ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. നിങ്ങൾ അണിയുന്ന ബാഡ്ജിനെ കളങ്കപ്പെടുത്തരുത് എന്നും ഇതിഹാസങ്ങൾ അണിഞ്ഞ ജേഴ്സിയാണിത് എന്നുമൊക്കെ മൈക്രോഫോണിലൂടെ വിളിച്ചു പറയുന്ന ഒരു ആരാധകന് മുന്നിൽ നിരാശയോടെ തലതാഴ്ത്തി നിൽക്കുന്ന ലിയോൺ താരങ്ങളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഒരു പതിറ്റാണ്ട് നീണ്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഞ്ചാരത്തിൽ ആരാധകർ എക്കാലവും ഒരു സുപ്രധാന റോൾ അലങ്കരിച്ചിരുന്നു. ക്ലബിന്റെ ഷെൽഫിൽ നാളിതുവരെ ഒരു കിരീടം പോലും എത്തിക്കിട്ടില്ല. ആകെ പറയാനുള്ള നേട്ടങ്ങൾ 3 ഫൈനൽ പ്രവേശവും പിന്നെ കുറെ പ്ലേ ഓഫുകളും. എന്നിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഗാലറി വിട്ടില്ല. ഒരു കിരീടം പോലും ഇല്ലാത്ത, പലപ്പോഴും ആരാധക പ്രതീക്ഷകളെ തെല്ലും കാക്കാത്തൊരു ടീമായിരുന്നിട്ടും ഗാലറികളിൽ ആ കിരീടത്തിനായി മഞ്ഞക്കുപ്പായം അണിഞ്ഞ് കുറെ മനുഷ്യർ കാത്തിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ക്ലബ്ബായി ബ്ലാസ്റ്റേഴ്സ് മാറിയത്. യൂറോപ്പിലെ ഗാലറികളിലേതിന് സമാനമായി തൊണ്ട പൊട്ടുമാറിച്ചത്തിൽ ഉയർന്നു പൊങ്ങുന്ന ചാൻഡുകൾ ഇന്ത്യൻ ഫുട്ബോളിന് ആദ്യ കാഴ്ചയായിരുന്നു. ഇത് യൂറോപ്പിലെ ഏതോ ഗാലറിയല്ലെന്നും ഇന്ത്യയിലാണെന്നും കേരളത്തിലാണെന്നുമൊക്കെ പലരും അത്ഭുതത്തോടെ തലവാചകമെഴുതി. ഇത്രയും ആരാധക പിന്തുണയുണ്ടായിട്ടും 10 വർഷക്കാലം അവരുടെ പ്രതീക്ഷകളെ കാക്കാനാകാത്തൊരു മാനേജ്മെന്റ്. ഇനിയും അവർക്കെതിരെ ശബ്ദമുയർത്താതിരുന്നാൽ ഒരു മാറ്റവുമില്ലാതെ ഈ ചരിത്രം ഇങ്ങനെ തുടരുമെന്ന തിരിച്ചറിവിൽ നിന്നാകണം ഈ സീസൺ തുടങ്ങും മുമ്പേ മഞ്ഞപ്പട പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയത്. ട്രാൻസ്ഫറുകൾ, ടീം വിട്ടുപോയ താരങ്ങൾക്കുള്ള റീപ്ലേസ്മെന്റുകൾ തുടങ്ങി മഞ്ഞപ്പട ഉയർത്തിയ ആശങ്കകളൊന്നും അസ്ഥാനത്തല്ലെന്ന് സീസൺ ആരംഭിച്ചതോടെ ആരാധകർ തിരിച്ചറിഞ്ഞു. തുടർത്തോൽവികൾ, കളിക്കളത്തിലെ പരമാബദ്ധങ്ങൾ, മാനേജ്മെന്റിന്റെ നിസ്സംഗഭാവം, ഇതൊക്കെ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ മഞ്ഞപ്പടയെ പ്രേരിപ്പിച്ചു. തോൽവിയുടെ പാപഭാരം മുഴുവൻ കോച്ച് മിക്കായിൽ സ്റ്റാറയുടെ തലയിലിട്ട് കൈയൊടിയാനുള്ള മാനേജ്മെന്റിന്റെ ശ്രമങ്ങളെ ആരാധകർ തുറന്നു കാട്ടി. സ്റ്റാറയ്ക്ക് ശേഷം താൽക്കാലിക പരിശീലകരായി TG പുരുഷോത്തമനും തോമസ് ടോഴ്സും എത്തിയതോടെ ടീമിൽ വന്ന മാറ്റങ്ങൾ ആശാവഹമായിരുന്നെങ്കിലും പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ മഞ്ഞപ്പട ഒരുക്കമായിരുന്നില്ല. താരങ്ങൾ അധ്വാനിച്ച് കളിച്ച് ജയിച്ച മത്സരങ്ങളിൽ പോലും ഗാലറിയിൽ നിന്ന് പ്രതിഷേധ സ്വരമുയർന്നു. ഇത് കണ്ട് ഗാലറിക്ക് മുന്നിൽ വിജയാഘോഷങ്ങൾക്ക് മുതിരാതെ താരങ്ങൾ തിരികെ നടന്നു. പിന്നീട് പ്രതിഷേധങ്ങൾ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. ഗാലറിയിൽ പോലീസ് എത്തി. കഴിഞ്ഞ 11 വർഷമായി മഞ്ഞപ്പട തങ്ങളുടെ ഹൃദയവും രക്തവും വിയർപ്പുമെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനായി നൽകി. ഉയർച്ചയിലും താഴ്ചയിലും ഞങ്ങൾ ക്ലബിനൊപ്പം മറ്റെന്തിനേക്കാളും ഉറച്ചു നിന്നു. ഞങ്ങൾ ആരാധകർ മാത്രമായിരുന്നില്ല, ക്ലബിൻ്റെ ഹൃദയമടിപ്പ് കൂടിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എന്താണ് തിരികെ ലഭിച്ചത്? അടിച്ചമർത്തലും ഭീഷണിയും അപമാനവുമല്ലാതെ മറ്റൊന്നും തിരികെ കിട്ടിയില്ല. അടുത്തിടെ മഞ്ഞപ്പട നടത്തിയ പ്രതിഷേധങ്ങൾ ക്ലബിനോടുള്ള സ്നേഹം കൊണ്ടും മികച്ച ടീമുകളുടെ കൂട്ടത്തിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടും മാത്രമാണ്. ഞങ്ങളുടെ പ്രതിഷേധം സമാധാനപരമായിരുന്നു. പക്ഷേ അവസാന 2 ഹോം മത്സരങ്ങളിൽ ഞങ്ങൾ സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് നേരിട്ടത്. ഞങ്ങളുടെ പ്രധാന അംഗങ്ങളെ തടങ്കലിലാക്കി. ഭീഷണികൾ പലതും ഉയർന്നു. ബാനറുകൾ പിടിച്ചെടുത്തു. മാനേജ്മെന്റിനെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകി. കളിക്കാർക്കൊപ്പം ഞങ്ങൾ എപ്പോഴും നിന്നിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ്. ഈ പോരാട്ടം ഞങ്ങളെക്കാൾ ഉപരി ക്ലബിൻ്റെ നിലനിൽപ്പിനാണ്. മാനേജ്മെന്റിന്റെ നടപടികളെ രൂക്ഷ ഭാഷയിലാണ് മഞ്ഞപ്പട ഔദ്യോഗിക പ്രസ്താവനയിൽ വിമർശിച്ചത്. ഇതോടെ മാനേജ്മെന്റ് ആരാധക കൂട്ടായ്മയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ചർച്ചകൾക്കൊടുവിൽ മഞ്ഞപ്പട ഇറക്കിയ പ്രസ്താവനയിലെ സുപ്രധാന വാചകങ്ങളിൽ ഒന്ന് പ്രതിഷേധം തുടരും എന്നായിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് മഞ്ഞപ്പട പ്രസ്താവനയിൽ അറിയിച്ചു. താരങ്ങൾക്കോ ടീമിനോ എതിരല്ല തങ്ങളുടെ പ്രതിഷേധമെന്നും മാനേജ്മെന്റിന്റെ നയങ്ങൾക്കെതിരാണെന്നും മഞ്ഞപ്പട അറിയിച്ചു. വാഗ്ദാനങ്ങളല്ല, നടപടികളാണ് ആവശ്യം എന്നാണ് മഞ്ഞപ്പട പറയാതെ പറഞ്ഞു വച്ചത്. അവസാനിക്കാത്ത ഈ പ്രതിഷേധങ്ങൾ കൊണ്ടുണ്ടായ ഗുണമാണോ
ജനുവരിയിൽ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫറുകൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കാനാണ് ആരാധകർക്ക് ഇഷ്ടം. കഴിഞ്ഞ ദിവസം പ്രീതം കോട്ടാൽ മ്യൂച്വൽ എഗ്രിമെന്റിലൂടെ ടീം വിട്ടപ്പോൾ യുവതാരം വികാസ് യുമ്നം ടീമിനൊപ്പം ചേരുന്നു. 21-കാരനായ ഡിഫൻഡർ വികാസ് ചെന്നൈ നിരയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നത്. 2029 വരെയുള്ള കരാറിലാണ് മണിപ്പൂരുകാരൻ ഒപ്പുവച്ചത്. നേരത്തെ അലക്സാണ്ട്രെ കോയഫ് ടീം വിട്ടപ്പോൾ ടീമിനൊപ്പം ചേർന്നത് മോണ്ടിനെഗ്രിയൻ താരം ദുസാൻ ലഗാറ്റോറാണ്. കൊച്ചിയിൽ നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ ലഗാറ്റോർ കളത്തിലിറങ്ങുകയും ചെയ്തു. ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സൈനിങ്ങുകൾ ഇനിയും ഉണ്ടാകുമോ? പ്രതിരോധത്തിലെ പിഴവുകൾ അടക്കം മറികടന്ന് കെട്ടുറപ്പുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാനായാൽ പ്രതീക്ഷകൾ ഇനിയും ബാക്കിയുണ്ട്. തോമസ് ടോഴ്സും TG പുരുഷോത്തമനും ചേർന്ന് ടീമിൻ്റെ മെൻറ്റാലിറ്റിയാകെ മാറ്റിയെടുത്തതിൻ്റെ നേർക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മൈതാനത്ത് കണ്ടത്. ഒരു കളിയിൽ 9 മറ്റൊരു കളിയിൽ 10 പേരായി ചുരുങ്ങിയിട്ടും തോൽക്കാൻ ഒരുക്കമല്ലാത്തൊരു കളിക്കൂട്ടം മൈതാനത്ത് നിറഞ്ഞു കളിക്കുന്നത് ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. അതെ, അത്ര വിദൂരത്തല്ല ആ സ്വപ്ന കിരീടം.